മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഈ ലോകമാം കടൽ കാറ്റടിച്ച് കല്ലോലമാലികളാലിളകി വല്ലാതെയാവുകയാണതിനാൽ സ്വർലോകനായക നീ തുണയ്ക്കാം. ഇനി എങ്ങനെ ഈ ഭൂവാസം തുടർന്നിടും അതെന്തു പ്രയാസം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 341 എപ്പിസോഡിലാണ് നാം ഇന്ന് കടക്കുന്നത്. 43 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലൂടെയുള്ള ചിന്തകൾ ഇന്നും ദൈവകൃപയിൽ ശരണപ്പെട്ട് നാം തുടരുകയാണ്. ഈ 43 അധ്യായത്തിൽ നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ഇളയ മകനായ ബെന്യാമീനെയും കൂടെ ഈജിപ്തിലേക്ക് കൊണ്ടുചെന്നല്ലാതെ അവിടെ പിടിച്ചു വച്ചിരിക്കുന്ന ബന്ധനത്തിലായിട്ടുള്ള ശിമയോനെ വിട്ടുതരികയില്ല എന്നുള്ള ഈജിപ്തിലെ ഭരണാധിപനായ രണ്ടാമൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചുള്ള ഒരു പുറപ്പെടലിൻ്റെ പശ്ചാത്തലമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നാം അറിയുന്നത് പോലെ യോസഫാണ് ഈജിപ്തിലെ രണ്ടാമനായി ഇപ്പോൾ വാഴുന്നത്. എന്നാൽ അത് യോസഫാണ് എന്ന് യാക്കോബിനോ ബന്ധനത്തിലായിട്ടുള്ള ശിമയോനോ മറ്റ് സഹോദരന്മാർക്കാർക്കുമോ അറിയുവാൻ കഴിയുകയില്ല. യോസഫിന് വസ്തുതകൾ അറിയാവുന്നവനാണ്. തൻ്റെ ജനത്തിന് നന്മ വരേണ്ടതിന് ചില കാര്യങ്ങൾ താൻ മുൻകൂട്ടി പ്രവർത്തിക്കുകയാണ്. അത് തന്നെയുമല്ല, തന്നെ ദ്രോഹിച്ച സഹോദരന്മാരോട് യാതൊരു പ്രതികാരവും അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിലും അവരെ എന്നേക്കുമായി തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളേണ്ടതിന്, ഭാവി കാലത്ത് അവർക്ക് നന്മകൾ വരേണ്ടതിന് അതിനനിവാര്യമായ ചില പശ്ചാത്തലവും ഹൃദയത്തിൽ അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിനനുസരിച്ച് കൂടി വ്യാപരിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 43 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 14 വാക്യത്തിൽ യാക്കോബിൻ്റെ വാക്കുകൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാൻ കൃപയിൽ ശരണപ്പെടുന്നു. ഇങ്ങനെയാണ് യാക്കോബ് പറയുന്നത്: അവൻ അഥവാ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി രണ്ടാമനായിരിക്കുന്ന യോസഫാണ് എന്ന് യാക്കോബിന് അറിഞ്ഞുകൂടാ. അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോടുകൂടെ അയക്കേണ്ടുന്നതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ. എന്നാൽ ഞാൻ മക്കൾ ഇല്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ എന്ന് ആ പ്രായമുള്ള മനുഷ്യൻ പിതാവ് പറയുന്ന ദുഃഖകരമായ പശ്ചാത്തലമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് പറയുമ്പോൾ 42 അധ്യായത്തിൽ ശിമയോൻ ബന്ധിക്കപ്പെട്ടവനായി ഈജിപ്ഷ്യൻ കാരാഗൃഹത്തിലുണ്ട്. തന്നെയുമല്ല, ഇപ്പോൾ ഇളയ മകനായ ബെന്യാമീനെയും കൂടെ കൊണ്ടു ചെന്നെങ്കിൽ മാത്രമേ അവനെ വിടുകയുള്ളൂ എന്നുള്ള സത്യം അവൻ തിരിച്ചറിയുകയാണ്. എന്നാൽ ഇതെല്ലാം ദുഃഖത്തോടെ നാം കാണുമ്പോഴും യോസഫിൻ്റെ കണ്ണുകളിലൂടെ നാം നോക്കിയാൽ, ദൈവത്തിൻ്റെ പദ്ധതികളിലൂടെ നോക്കിയാൽ അത് പിന്നീട് ഏറ്റവും വലിയ നന്മയ്ക്കാണ് എന്നുള്ളത് കാണുവാൻ കഴിയുന്ന വസ്തുതകളാണ്. ഇവിടെ നിന്ന് ഞാൻ 3 കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. അതിനു മുൻപ് ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത അനേക ദുഃഖങ്ങൾ ദൈവമാണ് അനുവദിക്കുന്നതെങ്കിൽ അതിന് എത്രയോ നാം കാണാത്ത നന്മകൾ ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ട് എന്ന് മറക്കുവാൻ പാടുള്ളതല്ല. 14 വാക്യത്തിൽ നിന്ന് 3 വിഷയങ്ങളൊന്ന് പറയാൻ ഞാൻ വേഗത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, അപ്പനായ യാക്കോബിനെ സംബന്ധിച്ച് ഇപ്പോൾ ജീവിതത്തിൻ്റെ അനേക പരുപരുത്ത അനുഭവങ്ങളും തീവ്രമായ ദുഃഖങ്ങളും കൂടുതലായി ദൈവാശ്രയമുള്ളവനാക്കി അവനെ
മാറ്റിയിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുക. വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് നാം ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നവരാകണം എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ജീവിതം പഠിച്ചു നോക്കിയാൽ തൻ്റേടിയായിട്ടുള്ള ഒരു മനുഷ്യൻ, താൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ ഇപ്പോൾ അവൻ കൂടുതൽ ദൈവാശ്രയമുള്ളവനായി മാറിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ പൈതലിനോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ താങ്കളുടെ പരുപരുത്ത അനുഭവങ്ങൾ അത് ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാൻ അങ്ങയ്ക്ക് മുഖാന്തരമാക്കി തീർക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കണം. ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാൻ നമുക്ക് സാധ്യതകൾ ഒരുക്കുന്നതാകണം നമ്മുടെ ജീവിതത്തിൻ്റെ സകല അനുഭവവും എന്ന് പറയുന്നത്. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് യാക്കോബിന് മറ്റൊരു ആഴത്തിലുള്ള ബോധ്യമുണ്ടാവുകയാണ്. അതെന്താ? ഈജിപ്ഷ്യൻ ഭരണാധികാരി തൻ്റെ മകനാണെന്നറിയുന്നില്ല. അവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിപ്പാൻ, അവൻ ഉചിതമായ തീരുമാനങ്ങൾ എടുപ്പാൻ ദൈവം കൃപ കൊടുത്തെങ്കിലേ സാധിക്കുകയുള്ളൂ. അതിന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം എന്ന് അദ്ദേഹം പറയുന്നതായിട്ടാണ് നമുക്ക് വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിച്ചാലും അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ശിമയോനെയും ബെന്യാമീനെയും നിങ്ങളോടുകൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കൃപ തോന്നിക്കട്ടെ, കരുണ തോന്നിക്കട്ടെ. അപ്പോൾ ഈ ഭരണാധികാരിയുടെ മനസ്സിൽ കരുണ തോന്നിക്കേണ്ടത് ദൈവമാണ്. ദൈവത്തിന് മാത്രമേ പ്രവർത്തിപ്പാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം യാക്കോബ് തൻ്റെ മക്കളെ ബോധ്യപ്പെടുത്തുന്ന അനുഭവമാണ് ഇവിടെ കാണുവാൻ കഴിയുക. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ മുൻപാകെ നാം മറക്കാൻ പാടില്ലാത്ത വിഷയം ഇതാണ്. കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുക മാത്രമല്ല, കർത്താവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിയുകയുള്ളൂ, അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ എന്നുള്ള വലിയ തിരിച്ചറിവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ട് യാക്കോബിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ തുടരുന്നു. എന്നാൽ ഞാൻ മക്കൾ ഇല്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഇനി ദുഃഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാലും അത് ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കുന്നു, കർത്താവിന് കീഴ്പ്പെടുന്നു എന്നുള്ളൊരു സ്വരമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. അത് വിവരിപ്പാൻ മാനുഷികമായി എനിക്ക് ത്രാണി പോരാ. കർത്താവ് നമ്മുടെ കരങ്ങളിൽ തരുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. കൊച്ചുകുഞ്ഞുപദേശി പാടിയതുപോലെ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് നമ്മുടെ കരങ്ങളിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടണമെന്നാണ് ആ ഭക്തൻ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, മാനുഷികമായ വാക്കുകൾ അത് വിവരിപ്പാൻ ത്രാണിയില്ലെങ്കിലും നമ്മുടെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവ് ദോഷമായത് ചെയ്യുകയില്ല എന്നുള്ള വലിയ ബോധ്യമാണ് നമ്മുടെ ഹൃദയത്തോട് നാം ചേർത്ത് ബന്ധിക്കേണ്ടത്. നോക്കുക, യാക്കോബ് എന്ന മനുഷ്യന് വന്ന മാറ്റം എത്ര വലുതാണ്. ഇപ്പോൾ തൻ്റേതായ പദ്ധതികളൊന്നും അദ്ദേഹത്തിൻ്റെ മുൻപിലില്ല. താൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായി തീർന്നു. ദൈവത്തിന് മാത്രം പ്രവർത്തിപ്പാൻ കഴിയുകയുള്ളൂവെന്ന ബോധ്യം തനിക്കുണ്ടായി. അത് തന്നെയുമല്ല, മുന്നിലുള്ള ദുഃഖങ്ങൾ എന്താണെങ്കിലും ദൈവമാണ് അനുവദിക്കുന്നതെങ്കിൽ അതിന് താൻ കീഴ്പ്പെടുന്നുവെന്ന സ്വരവും നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുവാൻ ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദുഷ്കാലമാകയാൽ നാളുകളെ തക്കത്തിലായി ഉപയോഗിക്കുവാൻ സുഗ്രാഹ്യമാക്കണം നിൻ വചനം. സ്വർഗീയ നായക നീ തുണയ്ക്ക ഇനി എങ്ങനെ ഈ ഭൂവാസം തുടർന്നിടും അതെന്തു പ്രയാസം.